നിങ്ങൾ ഇങ്ങോട്ട് കേറുവാ മക്കളെ, കേറുവാ. ഇങ്ങനെ മഴയത്ത് നിൽക്കുന്ന എന്തിനാ? ഇങ്ങോട്ട് കേറിയിരിക്ക്. ചേച്ചി, എടി, നിനക്ക് പറ്റാത്ത കാര്യത്തിന് നീ എന്തിനാ എന്നെ രഘുവേട്ടനെയും ആശിപ്പിച്ചത്? ബാക്കിയുള്ളവരൊക്കെ ചെയ്തതുപോലെ നീയും ഞങ്ങളുടെ മുന്നിൽ വഴിമുടക്കി നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു. ചേച്ചി, രഘുവേട്ട മാസം 25,000 രൂപ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാ അത് വളരെ നല്ല കാര്യം തന്നെ. ആ കടയുടെ കാര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം അത് തന്നെ. പക്ഷെ അത് ആദ്യമേ ആവായിരുന്നു. പിന്നീടാണ് നിനക്ക് ആ ബുദ്ധി തോന്നിയതെങ്കിൽ അക്കാര്യം ആദ്യം ഞങ്ങളെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ലേ? എന്തിനാ വെറുതെ ആ സുശീലാന്റിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചത്? എന്റെ ചേച്ചി, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഞാനും ഈ കാര്യം അറിയുന്നത് ഇപ്പോഴാ. അല്ല, സുശീലയെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? അനുവിനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി അവള് നിങ്ങളെ വിളിച്ചു പറഞ്ഞതാവൂല്ലേ? വിളിച്ചു പറഞ്ഞൊന്നും അല്ല ഭാനുമ്മ. ഞങ്ങൾ ഇന്ദ്രനെ കണ്ട് സംസാരിക്കാൻ ആ വീട്ടിൽ പോയതാ. അവിടെ വെച്ചാ ആ സ്ത്രീ ഞങ്ങളെ നാണം കെടുത്തിയത്. അയ്യോ, നിങ്ങളെ ഇന്ദ്രേട്ടൻ നാണം കെടുത്തിയോ രഘുവേട്ട? ഇന്ദ്രേട്ടനും ഞാനും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിയെന്ന് നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളൊന്നും അറിഞ്ഞോണ്ടല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ നീയും ഇന്ദ്രനും തയ്യാറാണോ അനു? ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി രഘുവേട്ടന് കൊടുക്കാൻ നിനക്ക് കഴിയൂ? കഴിയുമോന്ന്? അത് നടക്കില്ല അമ്പിളി.